ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1799 മീനമാസം 27-ാം തീയതി ഇന്ത്യൻ തീയതി ചൈത്രമാസം 20-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:19 അസ്തമയം വൈകുന്നേരം 6:28 അതുപോലെ തന്നെ നാളത്തെ തിഥി പ്രഥമ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ 7:31 വരെ ഉണ്ടായിരിക്കും. രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:14 ഈ രേവതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 7:31 ചൊവ്വാഴ്ച രാവിലെ 7:31 മുതൽ അശ്വതി നക്ഷത്രം ആരംഭിക്കുകയാണ്. അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 5:06 അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാവിലെ 7:31 അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 5:06 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ, അതായത് ചൊവ്വാഴ്ച രാവിലെ 7:31 മുതൽ ബുധനാഴ്ച പുലർകാലെ 5:06 വരെ ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കാഞ്ഞിരമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാണ്. കേതു ദശയിലാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ജനനം. എല്ലാ അശ്വതി നക്ഷത്ര ജാതകരും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ദശാകാലമാണ് കേതു ദശാകാലം. കേതു ദശാകാലം 7 വർഷമുണ്ട്. എല്ലാവർക്കും 7 വർഷം കിട്ടണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്രകാരം പലർക്കും പല കാലയളവിലായിരിക്കും ജനനശിഷ്ട ദശാകാലം വന്നു ചേരുക. ചിലർക്ക് 3 വർഷം, 5 വർഷം, 10 വർഷം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. കേതു ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലം 20 വർഷമുണ്ട്. അതിനുശേഷം 6 വർഷം സൂര്യദശാകാലം, 10 വർഷം ചന്ദ്രദശാകാലം, 7 വർഷം കുജദശാകാലം, 18 വർഷം രാഹുദശാകാലം, 16 വർഷം വ്യാഴദശാകാലം, 19 വർഷം ശനിദശാകാലം, 17 വർഷം ബുധദശാകാലം. ഇങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ കയ്യിലുള്ള ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. അത് പ്രകാരം കേതു ദശാകാലം എത്ര വർഷമുണ്ടോ ബാക്കിയുള്ള ദശാകാല വർഷങ്ങൾ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് കണക്കൂട്ടിയെടുത്താൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതുപ്രകാരം ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങളിലാണെന്ന് ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സൂര്യൻ്റെ ദശാകാലത്തും അതുപോലെ തന്നെ അപകാര സമയത്തും ഒക്കെ സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെ ദശാകാലത്തും അപകാര സമയങ്ങളിലുമൊക്കെ ദോഷമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രത്യേകിച്ച് ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഗണപതി പൂജ നടത്തണം, അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തണം. അതുപോലെ തന്നെ അശ്വതിയും ചൊവ്വാഴ്ച ദിവസവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ചെയ്യണം. ഇപ്പം നാളെ അശ്വതി നക്ഷത്രവും ചൊവ്വാഴ്ച ദിവസവും ഒത്തുവരുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ്. പക്ഷെങ്കിൽ നാളത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ സൂര്യോദയം കഴിഞ്ഞാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യോദയത്തിന് ചൊവ്വാഴ്ച സൂര്യോദയം കഴിഞ്ഞാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത്. ബുധനാഴ്ച സൂര്യോദയത്തിന് മുമ്പ് തന്നെ അശ്വതി നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:31 മുതൽ ക്ഷേത്രദർശനം നടത്തുകയും
ക്ഷേത്ര ആചാരപ്രകാരമുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവകളാണ്. അപ്പോൾ നിത്യവും രാവിലെയും വൈകുന്നേരവും ഓം അശ്വനി കുമാരാഭ്യാം നമഃ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത്. ഓം അശ്വനി കുമാരാഭ്യാം നമഃ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ നക്ഷത്രമായിട്ട് വന്നു ചേരുന്നത് അശ്വതി നക്ഷത്രമാണ്. ചൊവ്വാഴ്ച രാവിലെ 7:31 മുതലാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത്. അശ്വതി നക്ഷത്രപ്രകാരം ആർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ആയില്യം, മകം, രേവതി, പൂരുട്ടാതി, അവിട്ടം, മൂലം, പൂരാടം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. ആയില്യം, മകം, രേവതി, പൂരുട്ടാതി, അവിട്ടം, മൂലം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 100% വന്നു ചേരുമെന്നുള്ളതല്ല, സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഒരു മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം ഇക്കാര്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഇനിയും നാളത്തെ ശുഭസമയം പറഞ്ഞു തരാം. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. രാവിലെ 7:49 മുതൽ 12:24 വരെ ശുഭസമയമാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 1:49 മുതൽ 3:19 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയങ്ങളിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ശുഭസമയം ഓരോ ദിവസവും എടുത്തു പറയുന്നത്, ചിലപ്പോൾ ചില ദിവസങ്ങളിലെ തിഥി മോശം തിഥിയായിരിക്കും, സ്വീകരിക്കാൻ പാടില്ലാത്ത തിഥിയായിരിക്കും. ചിലപ്പോൾ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത നക്ഷത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ശുഭസമയത്ത് ചെയ്യണം എന്നുള്ള ഒരു ജ്യോതിഷമായ നിലപാടിന് ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ നിലപാട് മൂലം മനുഷ്യർക്ക് ഗുണം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്, അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം ഈ ശുഭസമയം ഓരോ ദിവസവും എടുത്തു പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, അങ്ങനെ ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. ഇംഗ്ലീഷ് മാസ തീയതി എന്ന് പറയുന്നത് നാളത്തെ തീയതി 9 അപ്പോൾ ഏതൊരു മാസവും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. 18 1 + 8 9, 27 2 + 7 9. അങ്ങനെ ഏതൊരു മാസത്തെയും 9 എന്ന തീയതിയിലും 18 തീയതിയിലും 27 തീയതിയിലും ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. അപ്രകാരം 9 ജന്മസംഖ്യയായി വരുന്നവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി കടും ചുമപ്പ്, നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്ക് നാളത്തെ ദിവസം വളരെയേറെ നല്ല അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും പറയുന്നു. അപ്പോൾ 9 വരാത്തവരും വിഷമിക്കേണ്ട. അവർക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, കടും ചുവപ്പ് നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. രണ്ടാമത്, അവരുടെ പേരിൽ AIJQY എന്നീ അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ അതും ഗുണകരമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് എല്ലാ ദിവസവും പറഞ്ഞു തരുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ കേൾക്കുന്നത് എന്ന് വിചാരിക്കരുത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ പൂജിക്കത്തില്ലേ, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കും. കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സങ്കടം പറയാനാണ്. ഇന്നലെ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായെന്ന് പറയാൻ വേണ്ടി അങ്ങനെ നമ്മളാരും പോകാറില്ല. നമ്മളെല്ലാവരും നമ്മുടെ സങ്കടം പറയാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്.
അപ്പോൾ അവിടെ ഒരു മടുപ്പും തോന്നത്തില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ആ കാര്യം സാധിക്കുന്നവരെ നമ്മുടെ ആ സങ്കടം നമ്മളിൽ നിന്നും നീങ്ങിപ്പോകുന്നത് വരെ നമ്മൾ ക്ഷേത്രത്തിൽ പോകും, ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കും. ആ സങ്കടകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭഗവാന്റെ അരികിൽ പോകാൻ വലിയ താല്പര്യം കാണിക്കത്തില്ല. എന്നും ക്ഷേത്രത്തിൽ പോവുക, എല്ലാവരും കണ്ടാൽ എന്നാ പറയും അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നും ജ്യോതിഷം പറയുമ്പോൾ ചിലർക്കൊക്കെ മടുപ്പായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിന്ത എന്നിൽ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു കണ്ടൻ്റാണ് ദിവസവും വീഡിയോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം മാസത്തിൽ ഒരു ദിവസമാണ് ഒരു നക്ഷത്രം വരുന്നത്. ഇപ്പോൾ അശ്വതി നക്ഷത്രം നാളെ വന്നു. ഇനിയിപ്പോൾ അശ്വതി നക്ഷത്രം ഈ മാസം വരണമെന്നില്ല. ചില മാസങ്ങളിൽ ഇപ്പോൾ 1-ാം തീയതി അശ്വതി നക്ഷത്രം വന്നാൽ പിന്നെ 27 ദിവസം കഴിഞ്ഞ് 28-ാം തീയതി അശ്വതി നക്ഷത്രം വീണ്ടും വരും. അതെല്ലാ മാസവും വന്നു ചേരണമെന്നില്ല, ചില മാസങ്ങളിലൊക്കെ അങ്ങനെ വരാം. അപ്പോൾ മനസ്സിലാക്കുക, ഒരു മാസം ഒരു നക്ഷത്രത്തെക്കുറിച്ച് ഒരു പ്രാവശ്യമാണ് പറയുക. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ കേട്ടത് മനസ്സിലിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായ അറിവുകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ, ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കണ്ടൻറ്റ് കൊണ്ട് എനിക്ക് യാതൊരു നേട്ടവുമില്ല. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യ ഭാഗം അശ്വതി നക്ഷത്ര ജാതകർ മാത്രം കേൾക്കും. പിന്നീട് അനുകൂലവും പ്രതികൂലവും ശുഭസമയവും സംഖ്യാശാസ്ത്രവും കുറച്ച് പേര് കേൾക്കും. പിന്നെ നക്ഷത്രം ഫലം കേട്ടിട്ട് അവരിറങ്ങിപ്പോകും. അപ്പോൾ ആദ്യം മുതൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആദ്യം മുതൽ അവസാനം വരെയും ഒരു കണ്ടൻറ്റ് അല്ലാത്തത് കൊണ്ട് എനിക്കിതിൽ നിന്നും നോ ഇൻകം, യാതൊരു വരുമാനവുമില്ല. അപ്പോൾ അതാണ്, എനിക്ക് 30 മിനിറ്റ് വീഡിയോ ഞാൻ ചെയ്താൽ 4 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് വരെയാണ് വാച്ചിങ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. 10 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ, മറ്റുള്ള ഒരു കണ്ടൻറ്റ് വെച്ച് 10 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ചെയ്താൽ, ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ മറ്റുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്താൽ അത് ആദ്യം മുതൽ അവസാനം വരെയും എല്ലാവരും കേൾക്കും. അപ്പോൾ അവർക്ക് നല്ല വാച്ചിങ് ടൈം കിട്ടും, അവർക്ക് നല്ല വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടും. എന്നെ സംബന്ധിച്ചോളം ഞാനിത് വരുമാനം കിട്ടാൻ വേണ്ടിയല്ല ചെയ്യുന്ന, വരുമാന നേട്ടത്തിന് വേണ്ടിയല്ല, ധനനേട്ടത്തിന് വേണ്ടിയല്ല. ഇത് ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു നന്മ ഉണ്ടാകട്ടെ എന്നുള്ളൊരു മനോഭാവത്തോട് ചെയ്യുന്നതാണ്. ഇതിന് യാതൊരുവിധ നേട്ടവും എനിക്കില്ല. ഏതാണ്ട് ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും 9,000 രൂപ കിട്ടും. 7-8 മാസമൊക്കെ ആകുമ്പോൾ 9,000 രൂപ കിട്ടും. ചില മാസങ്ങളിൽ 6 മാസമൊക്കെ ആകുമ്പം 9,000 രൂപ കിട്ടും. അപ്പോൾ ഒരു മാസം 1,000 രൂപയാണ് ഇതിൽ നിന്ന് വരുമാനമുള്ളത്. അപ്പോൾ ഇത് വരുമാനം നോക്കി ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇത് മുടങ്ങാതെ കാണുക, കേൾക്കുക. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്, മറ്റൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ. അത്ര മോശമായ ദിവസമല്ല, എങ്കിലും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം നാളത്തെ ദിവസം ചന്ദ്രൻ ബലക്കുറവൊക്കെ കഴിഞ്ഞ് പയ്യെ ഒന്ന് ക്ഷീണമൊക്കെ മാറി ഒന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങളായിരിക്കും ഈ അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്കും വന്നു ചേരുക. നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ടൊന്നും നാളത്തെ ദിവസം അങ്ങനെ പോകത്തില്ല. ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസത്തിൽ കൂടിയൊക്കെ ആയിരിക്കും പോവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നാളത്തെ ദിവസം കുടുംബസുഖത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. അതുപോലെ തന്നെ ധനപരമായ വിഷയത്തിലും ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. വിദ്യ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. നേട്ടങ്ങൾ നഷ്ടമായി പോകുവാനോ അല്ലെങ്കിൽ നേട്ടങ്ങളെ ചൊല്ലി കലഹിക്കുവാനോ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗം, കടം, ശത്രുത ഒക്കെ അല്പം നിലനിൽക്കുന്ന ഒരു സമയവുമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഈ ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ. ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. അവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം ചെറിയ രീതിയിലൊക്കെ വന്നു ചേരും. പൂർണ്ണമായും തൃപ്തികരമായി അനുഭവം വന്നു ചേരണമെന്നില്ല.
അതുപോലെ തന്നെ അവർക്ക് ധനപരമായ ഒരു ഏറ്റക്കുറച്ചിലുകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനം പൂർണ്ണമായും തികയുന്നൊരവസ്ഥ വന്നു ചേരത്തില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പൂർണ്ണമായി തൃപ്തികരമായ ഒരു ദിവസമായിരിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന വിഷയത്തെ ചൊല്ലി ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മാതാവിൻ്റെ സ്ഥിതി മോശമാകാനും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും മെച്ചപ്പെട്ട സ്ഥിതിയുമൊക്കെ ആയിത്തീരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലരെ സംബന്ധിച്ചോളം, അതായത് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ചിലർക്ക് അലസത, കാര്യതടസ്സം, കാര്യപ്രാപ്തിക്കുറവ്, ക്ഷീണം, തളർച്ച, ശരീരത്തിൽ മുറിവുചതവുകൾ, ചിലർക്ക് വീട് വിട്ട് മാറി താമസിക്കണമെന്നുള്ള ചിന്താഗതികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായി നേട്ടമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ അനുകൂലമായ നല്ല ഫലങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ അനുകൂലമായ നല്ലൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ വിഷയവും അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുമ്പോട്ട് പോകുന്ന ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടം വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അനുകൂലമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാലും ഒരു 80% ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ ആയിരിക്കും. 100% വന്നു ചേരണമെന്നില്ല. 80%ഓളം എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയമായില്യം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവരെ അലട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരുമായുള്ള ഇടപെടൽ മൂലം, സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടൽ മൂലം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹവാസം മൂലം ഇവരുടെ കുടുംബത്തിലും അവരുടേതായ ജീവിതത്തിലും സ്വസ്ഥതക്കുറവ് അല്ലെങ്കിൽ അത്ര സുഖകരമായ അനുഭവങ്ങൾ വന്നു ചേരാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാധ്യത നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. കലഹമുണ്ടാകുവാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. കുടുംബസുഖത്തിലും കാര്യമായ നേട്ടം വന്നു ചേരത്തില്ല. ധനപരമായും തികയുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും അവിടെയും തൃപ്തികരമായ ഒരു അനുഭവം തൊഴിൽ മേഖലയിൽ കൂടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഇവരിൽ വന്നു ചേരുക. മാതാവിൻ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നുള്ളത് മാത്രമാണ് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. അപ്പോൾ മാതാവുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നൊരു ദിവസമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന ദിവസമാണ്. രോഗം, കടം, ദുഃഖം, പ്രയാസം എന്നിവയിലൊക്കെ വിജയം നേടുന്ന ദിവസമാണ്. ശത്രുതയൊന്നും വന്നു ചേരുകയില്ല. എന്നാൽ ഇവരുടെ ആൺമക്കളുമായി ഈ നക്ഷത്ര ജാതകരുടെ സുഹൃത്തുക്കൾ
അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ കുടുംബപരമായുള്ള വിഷയങ്ങൾ മൂലം തർക്കത്തിലോ വാദപ്രതിവാദങ്ങളിലോ ഒക്കെ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വാദപ്രതിവാദങ്ങളിൽ ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർ തന്നെ ജയിക്കും. അതാണ് നാളെ ദിവസത്തെ പ്രത്യേകത. അപ്പോൾ ആൺമക്കൾ മുഖേനയുള്ള ഒരു ശത്രുത, അല്ലെ ആൺമക്കളോട് ഈ നാളുകാരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു ശത്രുത ഉണ്ടായി, അവിടെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അനുകൂലമായ സ്ഥിതി തന്നെ വരും. എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർപ്പിക്കട്ടെ. ദാമ്പത്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് 7-ൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. 7-ൽ ശുക്രൻ നിന്നാൽ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്, കലഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. മാത്രമല്ല അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക. ആരോഗ്യസ്ഥിതി മെച്ചമാണ്, ധനപരമായ തൃപ്തി ഉണ്ടാകുന്ന ദിവസമാണ്, അതുപോലെ തന്നെ കുടുംബസുഖം ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിലും നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആൺമക്കൾ മുഖേനയുള്ള ക്ലേശം നിറഞ്ഞ അനുഭവങ്ങളും വന്നു ചേരാമെന്നുള്ളതാണ് നാളത്തെ നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര ഗുണകരമായ ദിവസമല്ല. നാളത്തെ ദിവസം പുത്രദുഃഖം അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്, ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും, തിക്താനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പം അങ്ങനെയൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും കൂടുതൽ വന്നു ചേരാൻ സാധ്യതയുള്ളത്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം തൊഴിൽപരമായ നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഒരു പരിധിവരെ ദൈവാനുഗ്രഹവും അവരെ സഹായിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ട് അതിനുള്ള ഒരു ശത്രുതയ്ക്കുള്ള സാധ്യത കാണുന്നു. അപ്പോൾ അങ്ങനെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാണ്, ധനപരമായ സ്ഥിതി മോശമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യ അഭ്യസിക്കുവാൻ വലിയ താല്പര്യമൊന്നുമില്ലാത്ത സമയമാണ്. അപ്പോൾ ഏറെക്കുറെ പ്രതികൂലമായ സമയത്തിൽ കൂടിയാണ് ഈ വിശാഖം കാല അനിഴം കേട്ട നാളുകാർ കടന്നു പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് കുടുംബപരമായുള്ള ശത്രുത, അഭിപ്രായ വ്യത്യാസം ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവിടെ അവർക്ക് കാര്യവിജയം ഏറെക്കുറെ വന്നു ചേരുവാൻ അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ചെറിയൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല ആരോഗ്യസ്ഥിതിയുള്ള ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ ധനപരമായ നേട്ടമുള്ള ദിവസമാണ്. അങ്ങനെയൊക്കെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ വന്നു ചേരുന്ന ദിവസമാണെങ്കിൽ പോലും മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖമുണ്ട്, അതുപോലെ തന്നെ ധനപരമായുള്ള നേട്ടമൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. എങ്കിൽ പോലും അവിടെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാമെന്നുള്ളതാണ്. അവരുടെ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇനിയും മകരക്കൂറ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര സുഖകരമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ധനപരമായ
പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഉണ്ടാകുന്ന നേട്ടത്തെ ചൊല്ലി തർക്കമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും അതേ ചൊല്ലി അഭിപ്രായ വ്യത്യാസത്തിനോ തർക്കത്തിനോ ഒക്കെ കാരണമായിട്ട് വന്നു ചേരുന്ന സംഭവവികാസങ്ങളൊക്കെ നടക്കാം. അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കും. അത് ഒരു തർക്കത്തിനും കലഹത്തിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉള്ള ദിവസമാണ് എങ്കിലും, തൊഴിൽപരമായി നേട്ടമുള്ള ദിവസമാണ് എങ്കിലുമൊക്കെ ഈ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ ധനപരമായ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കമോ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കത്തിനോ ഒക്കെ കാരണമായി തീരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ നാളത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായ ദിവസമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും, ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും അവർക്ക് വന്നു ചേരുക. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അവർക്ക് അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും അവരെ തേടി നാളത്തെ ദിവസം എത്തുക എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് ദാമ്പത്യ സുഖക്കുറവ് ജീവിതത്തിൽ വന്നു ചേരാം. അതുപോലെ തന്നെ കുടുംബസുഖത്തിലും ചിലർക്കൊക്കെ കുറവ് സംഭവിക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യ അഭ്യസിക്കുന്നതിൽ അത്ര വലിയ താല്പര്യമുള്ള ഒരു ദിവസമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരുടെ കാര്യം ചിന്തിക്കാം. നാളത്തെ ദിവസം ആർക്കും അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധനപരമായ വിഷയത്തിൽ ക്ലേശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. ഏഴരശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അവരുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമുഖേന അടിപിടി, കലഹം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ക്രിമിനൽ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി ജയിൽവാസം വരെ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഏഴരശനിയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 12ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും ഒരുമിച്ച് എന്നാൽ ജയിൽവാസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നു. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ സംരക്ഷണം ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്നും ആത്മാർത്ഥമായിട്ട് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ എല്ലാവരെയും കാത്തുകൊള്ളണം. പ്രിയപ്പെട്ടവരൊക്കെ ഒരുപാട് വിഷയങ്ങളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം മഹാദേവൻ കൊടുക്കണം. അവരെ അനുഗ്രഹിക്കണം. കടബാധകളാൽ, രോഗങ്ങളാൽ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. വീടില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് മഹാദേവൻ്റെ സന്നിധിയിൽ ഭാരപ്പെട്ട് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ എല്ലാം മഹാദേവൻ അറിഞ്ഞ് അവരെല്ലാം സഹായിച്ചു. അവരുടെ ജീവിതത്തിൽ എന്നും മഹാദേവൻ അവർക്ക് തുണയായി നിൽക്കണമെന്ന് ഞാൻ മഹാദേവനോട് എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലെ എന്നും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. മഹാദേവൻ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി നമ്മൾ നിത്യവും മഹാദേവനെ സ്തുതിക്കുക. നമ്മളെല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കും. നാളത്തെ ദിവസം മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.